ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞായറാഴ്ച രാവിലെ മാർക്കറ്റിലേക്ക് പോണതായത്. അവിടെ പോയി മീനുകളെയൊക്കെ ഒന്ന് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ കുറച്ച് വൈകിയാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് വഴിയിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് നന്ദി കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പുതിയ വീട്ടിൽ പറക്കി ഒതുക്കി മടുത്ത് എത്ര ഒതുക്കിയിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല കേട്ടോ. പതുക്കെ കൊണ്ട് ശരിയാവും. ഇവിടെ താമസിച്ച് വന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ മീനുകളൊക്കെ വാങ്ങാൻ കിട്ടും. നല്ലത് വേണമെങ്കിൽ രാവിലെ 6 മണി കഴിയുമ്പോൾ വരണം. എന്നെയും ലക്കി അവിടെ ഇറക്കി വിട്ടിട്ട് ഏട്ടൻ വണ്ടി ഒന്ന് ഒതുക്കിയിടാൻ പോയിട്ടോ. ലക്കി വിചാരിച്ച് ഞങ്ങളെ കളഞ്ഞിട്ട് പോയതാന്ന്. റോഡിൽ കിടന്ന് ആകെ നിലവിളിയായവൻ. ഏട്ടൻ വരുന്നവരെ കരഞ്ഞ് വന്നപ്പോൾ പറയുക, അച്ഛൻ ഞങ്ങളെ കളഞ്ഞിട്ട് പോയതല്ലായിരുന്നല്ലേന്ന്. അവൻ പേടിച്ചു പോയിന്ന്. മീൻ കുറവായിരുന്നു. കുറച്ച് മുള്ളമ്മത്തിയും ഉണക്കമീനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കന്നേ ഉണക്കമീൻ വേണ്ട. മത്തി വാങ്ങാനും തോന്നിയില്ല. ലക്കിക്ക് നന്ദയ്ക്ക് ഈ മീൻ കഴിക്കാൻ കുറച്ച് പാടാ. പിന്നെ ഞങ്ങൾ വളർത്തുമീൻ വാങ്ങാമെന്ന് വിചാരിച്ച്. ആ വെട്ടുന്നത് ഞങ്ങളുടെ മീനാട്ടോ. ഈ മീൻ വാങ്ങുന്ന ദിവസം ഇവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് തരും. പിന്നെ ഞങ്ങൾ പച്ചക്കറിക്കടയിൽ വന്ന്. ഇന്ന് കോണും കപ്പലണ്ടിയൊക്കെ ഉണ്ട്. ലക്കി അതിൽ നിന്നൊരു കപ്പലണ്ടി എടുത്ത് പൊട്ടിക്കാൻ കിടന്ന് പാടുപെടുക. ഇവിടെ എല്ലാ സാധനവും തിരഞ്ഞെടുക്കാം. ഞാൻ തക്കാളി പറക്കിയിടുക. ഇവിടെ പല കൊട്ടയിൽ തക്കാളി തിരിച്ചു വെക്കും. ചീഞ്ഞതൊക്കെ പറക്കാനും ആൾ വരും കേട്ടോ. പശുവിനൊക്കെ കൊടുക്കാനായിരിക്കും. നാട്ടിലിതിന് എരുമപ്പാവലെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ചെറിയ പാവയ്ക്കയുടെ ടൈപ്പാ. അകത്ത് കുരുവോ അതുപോലെ തന്നെ. ഇരിക്കുന്നതാണ് പറവല്. അടിപൊളിയായിട്ട് ഇവിടെ കറി വെക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അമ്മച്ചി കണക്കൂട്ടാൻ തുടങ്ങും കേട്ടോ. ഇവർ കാൽക്കുലേറ്ററിനേക്കാളും ക്ലിയറാണ് കേട്ടോ. തെറ്റത്തില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നു കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ചെയ്തൊരു വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഡോക്ടർമാരെ പറ്റി. ചെറിയ മെഡിക്കൽ സ്റ്റോറിനോട് ചേർന്നൊരു ഡോക്ടർ കാണുമെന്ന്. സൂത്രധാരൻ സിനിമയിലെ പോലെ ബോർഡിൽ തുണിയിടാതെ. അതിലൊരെണ്ണത്തിനെ കഴിഞ്ഞാഴ്ച പിടിച്ചു കിട്ടോ. ആള് 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ലായിരുന്നു. എത്ര പേരെയാ ചികിത്സിച്ച് അസുഖം മാറ്റിയെന്നറിയാമോ അയാൾ. ഞങ്ങളുടെ പല ഫ്രണ്ട്സും അവിടെ പോകുന്നുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ അസുഖം വരുമ്പം. ഇതുവരെ ആർക്കും ഒരു കുഴപ്പമുണ്ടായിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇനിയും ഉണ്ട് ചിലരൊക്കെ. അവരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടോയെന്ന് കൂടി അറിയത്തില്ല. ഞങ്ങളിനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക. എനിക്ക് ഈ കാണുന്ന വഴിയെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഈ വഴി പോവാറുള്ളൂ. കുറേ ദൂരം ഇതുപോലെ തന്നെയാണ്. വീടൊന്നും വലുതായിട്ടില്ല ഇവിടെ. മസാല ദോശ കഴിക്കാനാണ് ഈ കടയിൽ വന്നത്. അത് തീർന്നു പോയി ഇന്ന്. ഞങ്ങൾ നേരത്തെ ഈ കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അതൊന്ന് കണ്ടിരിക്കേണ്ട മസാല ദോശയായിരുന്നു. ഇനി ഒരിക്കൽ കാണിച്ചു തരാം കേട്ടോ. പിന്നുള്ളത് ഇഡ്ഡലിയും ഈ ദോശയും പിന്നെ വടയും.
എനിക്ക് ഇഡ്ഡലിയും ദോശയും വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ വട വാങ്ങി. ഇവിടെയും പ്ലേറ്റ് 20 രൂപ തന്നെയാട്ടോ. ഒരു പ്ലേറ്റ് തന്നെ ഒരുപാടുണ്ട് കേട്ടോ. ലക്കിക്കും നന്ദയ്ക്കും ഇഡ്ഡലിയാണ് വാങ്ങിയത്. പിന്നൊരു കരിമ്പിൻ ജ്യൂസും കുടിച്ച്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഞായറാഴ്ച രാവിലെ. ഇനി പുതിയൊരു വീഡിയോ ഇട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.